നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റുമാനൂരിൽ ജീവനൊടുക്കിയ അഭിഭാഷക ജിസ്മോളിന്റെ മക്കളായ നേഹയുടെയും നോറയുടെയും മരണത്തിൽ ഇന്ന് സംസ്കാരം നടക്കും. ജിസ്മോളുടെ നാടായ പാലാ പടിഞ്ഞാറ്റിൻകര പൂവത്തുങ്കലിലെ ചെറുകര സെന്റ് മേഴ്സ് ക്ലാനായ പള്ളി സെമിത്തേരിയിൽ വൈകിട്ട് 3:30 സംസ്കാരം നടക്കുക. ഇന്ന് രാവിലെ 9 മണിക്ക് മൃതദേഹങ്ങൾ ഭർത്താവ് ജിമ്മിയുടെ ഇടവകയായ നീറിക്കാട് ലൂർദ് മാതാ പള്ളി ഹാളിൽ എത്തിക്കും. പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ നേരിട്ട് സെമിത്തേരിയിലേക്കായിരിക്കും കൊണ്ടുപോവുക. ജിമ്മിയുടെ വീട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നില്ല. ഭർത്താവിന്റെ വീട്ടിൽ നേരിട്ട മാനസിക പീഡനത്തെ തുടർന്നാണ് ജിസ്മോൾ മക്കളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തത്. ഇതേ തുടർന്ന് ജിമ്മിയുടെ നാട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരില്ല എന്നും അവിടത്തെ പള്ളിയിൽ സംസ്കാരം നടക്കില്ല എന്നുമുള്ള നിലപാടിലായിരുന്നു ജിസ്മോളുടെ കുടുംബം. എന്നാൽ ക്നാനായ സഭാ നിയമപ്രകാരം ഭർത്താവിന്റെ ഇടവകയിൽ തന്നെ സംസ്കാരം നടത്തണം. തുടർന്ന് സഭാതലത്തിൽ 2 ദിവസം നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് നീർക്കാട് 1.5 മണിക്കൂർ പൊതുദർശനം നടത്താൻ ധാരണയായത്. പൊതുദർശനത്തിന് ശേഷം ഉടൻ മൃതദേഹങ്ങൾ പാലയിലേക്ക് കൊണ്ടുപോകും. ജിസ്മോളുടെയും മക്കളുടെയും മൃതദേഹം നിലവിൽ പാലയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ്. നിറത്തിന്റെ പേരിലും സാമ്പത്തിക സ്ഥിതിയുടെ പേരിലും ഭർത്താവിന്റെ വീട്ടിൽ ജിസ്മോൾ മാനസിക പീഡനം നേരിട്ടിരുന്നുവെന്ന് സഹോദരൻ ജിറ്റു തോമസ് പറഞ്ഞു. പീഡനങ്ങളുടെ വിവരങ്ങൾ ജിസ്മോളുടെ അച്ഛനും സഹോദരനും ഏറ്റുമാനൂർ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. മരിക്കുന്നതിന് 2 ദിവസം മുൻപ് മുതൽ ജിസ്മോളെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല എന്നും ഇവർ പോലീസിനോട് പറയുന്നു. ജിസ്മോളുടെ ഫോൺ ഭർത്താവ് ജിമ്മി വാങ്ങിച്ചു വെച്ചിരുന്നതായി സംശയമുണ്ട്. പലതവണ ജിസ്മോളെ ഭർത്തൃ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നുവെന്നും സഹോദരൻ പറയുന്നു. വീട്ടിൽ വെച്ച് കൈഞ്ഞരവ് മുറിച്ച് കുട്ടികൾക്ക് വിഷം നൽകിയ ശേഷം ജിസ്മോൾ പുഴയിൽ ചാടുകയായിരുന്നു. കുട്ടികൾക്ക് ഹാർപ്പിക്ക് നൽകി എന്നാണ് വിവരം ലഭിക്കുന്നത്. ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഏറ്റുമാനൂർ നീർക്കാട് മക്കളെയും കൊണ്ട് പുഴയിൽ ചാടി ജീവനൊടുക്കിയ ജിസ്മോൾ ഭർത്തൃ വീട്ടിൽ നേരിട്ടത് കൊടും പീഡനം തന്നെയെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ശാരീരികമായും മാനസികമായും ജിസ്മോളെ ഭർത്താവ് ജിമ്മിയും സഹോദരിയും അമ്മായിയമ്മയും ഉപദ്രവിക്കുമായിരുന്നുവെന്ന് സഹോദരൻ ജിറ്റു പറയുന്നു. കിട്ടിയ സ്ത്രീധനം പോരാ എന്നും തന്റെ പെൺമക്കളെ വലിയ സ്ത്രീധനം നൽകിയാണ് കെട്ടിച്ചയച്ചതെന്നും അമ്മായിയമ്മ കുറ്റപ്പെടുത്തുമായിരുന്നു. ജിമ്മിയുടെ മൂത്ത സഹോദരി ഭർത്തൃ വീട്ടിലേക്ക് പോവാതെ ആ വീട്ടിൽ തന്നെ തുടർന്ന് ജിസ്മോളെ പലതരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. കുടുംബം ഇല്ലാതാവാതിരിക്കാൻ എല്ലാം സഹിച്ച് ആ വീട്ടിൽ തുടരുകയായിരുന്നു എന്നും ബന്ധുക്കൾ പറയുന്നു. ജിസ്മോളുടെ ഫോണും വക്കീൽ ഓഫീസിലുള്ള ലാപ്ടോപ്പും വിശദമായി തന്നെ പരിശോധിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ജിസ്മോൾ കറുത്തിട്ടാണെന്നും പറഞ്ഞ് ഇവർ ജിസ്മോളെ ഉപദ്രവിച്ചിരുന്നു. വിവാഹ ജീവിതത്തിലെ പ്രതിസന്ധി സംബന്ധിച്ച് ജിസ്മോൾ 2020 ഷെയർ ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റും ഇതോടെ ചർച്ചയാവുകയാണ്. ഈ പെൺമക്കളെ കെട്ടിച്ചയച്ചിക്കേണ്ടത് പണം കായ്ക്കുന്ന മരമുള്ള വീട്ടിലേക്കല്ല, മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന മനുഷ്യരുള്ള വീട്ടിലേക്കാണ്. 2020 സെപ്റ്റംബർ 25 അഡ്വക്കേറ്റ് ജിസ്മോൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. 2019 ജിസ്മോളുടെ വിവാഹം. വിവാഹത്തിന്റെ തുടക്കകാലം മുതൽ തന്നെ കടുത്ത മാനസിക ശാരീരിക പീഡനങ്ങളിലൂടെയാണ് ജിസ്മോൾ കടന്നുപോയത് എന്ന കുടുംബത്തിന്റെ ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയും മർദ്ദനവും കൊടിയ പീഡനവുമായിരുന്നു ജിസ്മോൾ വീട്ടിൽ നേരിടേണ്ടി വന്നത്. നിറത്തിന്റെയും സ്ത്രീധനത്തിന്റെയും പേരിലുള്ള കുത്തുവാക്കുകളായിരുന്നു ഏറെയും. ഇതിനിടെ ജിസ്മോളെ പലവട്ടം വീട്ടിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ചതായും സഹോദരൻ ജിറ്റു പറയുന്നു. ജിസ്മോളുടെ പിതാവ് PK തോമസും സഹോദരൻ ജിറ്റുവുമാണ് ഏറ്റുമാനൂർ സ്റ്റേഷനിലെ മൊഴി നൽകിയത്. ഭർത്താവ് ജിമ്മിക്കും ജിമ്മിയുടെ അമ്മയ്ക്കും സഹോദരിക്കും എതിരെയാണ് പരാതി. സംസ്കാരത്തിന് ശേഷം മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും കുടുംബം പരാതി നൽകും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് പാലാ ഈ മുത്തോലിയിലെ ജിസ്മോളുടെ ഇടവക പള്ളിയിലാണ് സംസ്കാരം. നിലവിലെ സാഹചര്യത്തിൽ നിരവധി കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ നിരവധി കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല, കുട്ടികൾക്ക് ഹാർപ്പിക്ക് നൽകിയതിന് ശേഷം അതിൽ മരണം കാണാത്തതിനെ തുടർന്നാണ് വീണ്ടും കുട്ടികളുമായി ഈ പുഴയ്ക്ക് അരികിലേക്ക് വന്നതിന് ശേഷം കുട്ടികളെ എടുത്തെറിഞ്ഞ് കൊലപ്പെടുത്തിയത് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. 2 പിഞ്ചു മക്കളോടൊപ്പം ജീവനൊടുക്കിയ അഡ്വക്കേറ്റ് ജിസ്മോളുടെ മരണം അവരെ അടുത്തറിയുന്നവർക്ക് ഇനിയും വിശ്വസിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കോട്ടയം നീറുകാട് ഈ തൊണ്ണൻമാവുങ്കൽ ജിമ്മിയുടെ ഭാര്യയാണ് അഡ്വക്കേറ്റ് കൂടിയായ ഈ ജിസ്മോൾ എന്ന് പറയുന്നത്. എന്തായാലും ഈ മീനച്ചിലാറ്റിൽ ചാടി ജീവനൊടുക്കിയത് നിരവധി ദുരൂഹതകൾ കൂടി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും ജിസ്മോൾ ഏറ്റെടുത്ത ഒരു കേസിന്റെ ആവശ്യാർത്ഥം അവർ നടത്തിയ സാഹസിക ഇടപെടലും അന്ന് കൂടെ പ്രവർത്തിച്ചവർ ഓർക്കുകയാണ്. ഭർത്താവ് അന്യായമായി മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കി പൂട്ടിയിട്ട യുവതിയെ കാണാൻ വേഷം മാറി ജിസ്മോൾ അവിടെ ചെന്നതായി സഹപ്രവർത്തകർ പറയുന്നുണ്ട്. യുവതിയുടെ ഭർത്താവിനെ കാണാനോ ആശുപത്രിയിൽ പ്രവേശിക്കാനോ സാധിക്കാത്ത സാഹചര്യത്തിലായിരുന്നു ജിസ്മോളുടെ ഈ സാഹസിക ഇടപെടൽ. തുടർന്ന് ഇവർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ജസ്റ്റിസ് വിനോദദത്തൻ വിഷയം പരിശോധിക്കാൻ അമിക്കസ് ക്യൂരിയെ നിയോഗിച്ചു. അമിക്കസ് ക്യൂരി നേരിട്ട് ആശുപത്രിയിലെത്തി യുവതിയെ കാണുകയും ചികിത്സാ രേഖകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാർക്ക് മുന്നിൽ ഹാജരാക്കി പരിശോധിപ്പിച്ചു. ഇതിന്റെ എല്ലാ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് ഹൈക്കോടതി
കോടതിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഇതോടെ പരാതിക്കാരിയോട് ഹാജരാകാൻ നിർദ്ദേശിച്ച ജസ്റ്റിസ് അവരോട് നേരിട്ട് സംസാരിച്ചു. തുടർന്നാണ് മോചനത്തിന് ഉത്തരവായത്. ഇതിനെല്ലാം അഡ്വക്കേറ്റ് ജിസ്മോളുടെ പങ്ക് നിർണായകമായിരുന്നു. ഹൈക്കോടതി അഭിഭാഷകൻ ഓർക്കുന്ന കാര്യമാണിത്. അത്തരത്തിൽ ഇടപെടൽ നടത്തിയ ജിസ്മോളുടെ ആത്മഹത്യ ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇവർക്ക് ആർക്കും തന്നെ. മാത്രമല്ല ഈ നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്നാണ് ഇപ്പോൾ സഹോദരങ്ങളടക്കമുള്ളവർ പറയുന്നത്. UK-യിൽ നിന്ന് വിഷു ദിവസം മക്കളെ വിളിച്ചിരുന്നു, ഫോൺ എടുത്തില്ല. നേരത്തെ ഒരു ദിവസം മക്കളുടെ തലയിൽ ഒരു പാട് ഉണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ വാതിലിൽ തട്ടിയതാണെന്നാണ് പറഞ്ഞത്. പിന്നീടാണ് ഭർത്താവ് മർദ്ദിച്ചതാണ് എന്ന വെളിപ്പെടുത്തൽ ഉണ്ടായത്. പപ്പ ഇക്കാര്യം ചോദിച്ച് വിളിച്ചാൽ പിന്നെ തനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നും മക്കൾ പറയുന്നു. ഒരാഴ്ച മുമ്പ് ചേച്ചിയെ വിളിച്ചപ്പോഴും പോസിറ്റീവായാണ് സംസാരിച്ചിരുന്നതാണ് സഹോദരൻ ജിറ്റു പറയുന്നത്. അന്ന് ഭർത്താവിനെയും കുട്ടികളെയും കൂട്ടി വിമാനയാത്ര ചെയ്യാനുള്ള ആഗ്രഹമെല്ലാം പങ്കുവച്ചിരുന്നു. ചേച്ചി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ആദ്യം വിളിക്കുന്നത് ചേച്ചിയാണ്. എന്റെ ഭാര്യ ഞായറാഴ്ചയാണ് ചേച്ചിയെ അവസാനം വിളിച്ചത്. അന്ന് ചേച്ചിയുടെ സുഹൃത്തിന്റെ കല്യാണത്തിന് പോയിട്ട് വന്ന് ക്ഷീണിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഞായറാഴ്ച വൈകിട്ട് ആ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ടായിട്ടുണ്ട്, അത് കണ്ടുപിടിക്കണം. സംഭവത്തിൽ ഭർത്താവിന്റെ കുടുംബാംഗങ്ങൾക്കും പങ്കുണ്ട്. ജിമ്മിയുടെ മൂത്ത സഹോദരി, ഭർത്തൃമാതാവ് എന്നിവരിൽ നിന്നെല്ലാം മാനസിക പീഡനം നേരിട്ടിരുന്നു എന്നാണ് പറയുന്നത്. ജിമ്മി പലപ്പോഴും കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിച്ചിരുന്നുവെന്നും സഹോദരൻ ആരോപിക്കുന്നു. ചേച്ചി അഭിഭാഷക ഓഫീസ് തുടങ്ങിയതിന് ഭർത്താവ് പൈസ കൊടുത്തിരുന്നു. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ അയാൾ പൈസ തിരികെ ആവശ്യപ്പെട്ടു തുടങ്ങി. ഒടുവിൽ കേസ് കഴിഞ്ഞ് ചേച്ചി ആ പൈസ തിരികെ കൊടുത്തു. ചേച്ചി തങ്ങളുടെ ബന്ധുക്കളുടെ വീടുകളിലെ ചടങ്ങുകളിലേക്ക് ഒന്നും തന്നെ ഭർത്താവ് വിട്ടിരുന്നില്ല എന്നാണ് ജിറ്റു പറയുന്നത്. വിശദ അന്വേഷണം ആവശ്യപ്പെട്ട് ഏറ്റുമാനൂർ പോലീസിൽ പരാതി നൽകുമെന്നും ഇവർ പറയുകയാണ്. ജിറ്റുവിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. എൻ്റെ 2 ചേച്ചിമാരുടെയും കല്യാണ സമയത്ത് പപ്പ ഞങ്ങൾക്ക് 3 പേർക്കായിട്ടുള്ളൊരു ഓഹരി ഷെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ എമൗണ്ട് കുറഞ്ഞു പോയെന്നും പറഞ്ഞ് ഇൻഡയറക്റ്റ് ആയിട്ട് അവർ പറയുമായിരുന്നു. ഞങ്ങളുടെ ജിമ്മിയുടെ സഹോദരിമാർക്ക് അവർ ഇത്ര വെച്ച് കൊടുത്തിട്ടുണ്ട്, അത്ര ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ചേച്ചിയുടെ കളറിൻ്റെ പേര് പറഞ്ഞ് കുറേ നേരം ആക്ഷേപിച്ചിട്ടുണ്ട് അമ്മായിമ്മ. പിന്നെ സഹോദരിമാരെല്ലാം നല്ല രീതിയിൽ ഉപദ്രവം ഉണ്ടായിരുന്നു. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചിട്ടുണ്ട്.